നമസ്കാരം. കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട രക്ഷകർക്കും മാവേലിയും പുലികളും പിന്നെ ഞാൻ സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിലേക്ക് പോവാണ്. അപ്പം മാവേലിയും പുലികളും ഞാൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യാപകർക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിലേക്ക് നമ്മൾ മാവേലി തമ്പുരാനെ, അതായത് മാവേലി തമ്പുരാൻ നേരെ പാതാളത്താണ് നേരെ എത്തുന്ന സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിലാണ്. മാത്രമല്ല 2 അത് 4 പിന്നെ പരിചാരം 4 അംഗരക്ഷകരാണ് നമ്മൾ മാവേലിക്ക് പോകുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് നമുക്ക് കേൾക്കുന്നത് ആഗ്രഹങ്ങളിലേക്ക് പല സ്ഥലത്തുണ്ട്. അതുകൊണ്ട് മാവേലി പറഞ്ഞ കാര്യമാണ് വരണമെങ്കിൽ 2 പുലികളെ സെക്യൂരിറ്റി ആയിട്ട് വേണം. അങ്ങനെ നമ്മൾ 4 പുലികളെ സെക്യൂരിറ്റി ആയിട്ട് ഇവരാഗ്രഹമുണ്ട്. പുലികളുടെ ആഗ്രഹത്തോടു കൂടിയാണ് സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അപ്പൊ നമ്മുടെ ബീച്ച് റിസോർട്ടിന്റെ എല്ലാമായി ഇതിലേക്ക് നമുക്ക് അദ്ദേഹം മാവേലിയെ സ്വീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം മാവേലി ഇവിടെ വന്നുകൊടുക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഇതിന്റെ ആൾക്കാർ, നമ്മുടെ അതായത് ഇതിന്റെ എംപിമാർ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് മാവേലി ക്ഷേക്കേണ്ട ഇതാണ് നമ്മൾ സ്വീകരിച്ചത്. അപ്പൊ മാവേലി ആദ്യം നിങ്ങൾക്ക് ഒരു ഓണാശംസ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിലേക്ക്. ഇന്ന് ഇങ്ങനെ ഒരു റിസോർട്ടിൽ വരാൻ സാധിച്ചതിൽ മഹാബലിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 വർഷം കൊറോണ എന്ന മഹാമാരി വന്ന് പരസ്പരം കാണാതെയും അങ്ങനെ വീട്ടിൽ അടങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. സ്വന്തം അച്ഛൻ മരിച്ചുപോയാൽ പോലും മക്കൾക്ക് ഒരു നോക്ക് കാണാൻ അനുവാദമില്ലാത്ത, അതായത് നമ്മുടെ രാജ്യം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു കഷ്ടപ്പാടും ദുരിതവുമാണ് കഴിഞ്ഞ 2 വർഷം ഉണ്ടായത്. ഇതിനു മുമ്പേ വെള്ളപ്പൊക്കം, അതും ഒരു വലിയ തകരാറാണ്. പിന്നെ നിപ്പ വൈറസ്, തക്കാളിപ്പനി, എലിപ്പനി, വരങ്ങപ്പനി എന്നെല്ലാം പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെല്ലാം ഒരു പരിധിവരെ അതിജീവിച്ചു എന്ന് പറയാൻ പറ്റും. പൂർണ്ണമായിട്ടും കൊറോണയൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് മഹാബലിക്ക് ഈ ഓണത്തിന് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചെറിയ യുവത്വം, അതുപോലെ വിദ്യാർത്ഥികളും യുവത്വവും കൗമാരപ്രായക്കാരുമെല്ലാം മയക്കുമരുന്നിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കന്മാരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. മറ്റു മദ്യത്തിനെ കൊണ്ട് വലിയ ചെറുപ്പക്കാരുടെ ഒന്നും വലിയ മദ്യം അടിക്കുന്ന ശീലമില്ല. പക്ഷേ നമ്മൾ അറിയാതെ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പല ഘട്ടങ്ങളിലും മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട്. തീർച്ചയായും രക്ഷിതാക്കന്മാർ അത് 100% ശ്രദ്ധിക്കണം എന്ന് ഈ ഓണനാളിൽ മഹാബലിയുടെ ഒരു സന്ദേശമായി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളെല്ലാവരും വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരും മഹാബലി തമ്പുരാന്റെ സ്നേഹം നിറഞ്ഞ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഒരു ചരടിൽ കോർത്തിണക്കിയ പുഷ്പങ്ങളെ പോലെ, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് മുൻപോട്ടേക്ക് നയിക്കാം. നല്ലൊരു നാളെക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കും. നമസ്കാരം. നമ്മുടെ റിസോർട്ടിന്റെ മാവേലിയുടെ സന്ദേശം വളരെ ആത്മവിശ്വാസം തരുകയാണ്. വളരെ സന്തോഷകരമായ മാവേലിയുടെ ആദ്യ സന്ദേശം തന്നെ വളരെ സന്തോഷകരമായി കേട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഓണത്തിന്റെ യഥാർത്ഥ കളികളും രസങ്ങളിലേക്ക് പോവാണ്. തിരുവാതിര കളിയും കസേര കളിയും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഓണാഘോഷമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും കൂടെ ഇവിടെ എല്ലാവരും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അതിലേക്ക്